ഉത്തര കർണാടകയിലെ ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ് ബാദാമി. പണ്ട് വാതാബി എന്നറിയപ്പെട്ടിരുന്ന പ്രസിദ്ധമായ പട്ടണം. മുത്തുസ്വാമി ദീക്ഷിതർ വാതാബി ഗണപതിം എന്ന് തുടങ്ങുന്ന കീർത്തനം രചിച്ചത് ഈ പട്ടണത്തിലെ ഗണേശ പ്രതിഷ്ഠയെ വാഴ്ത്തിക്കൊണ്ടാണ്. മധ്യേന്ത്യയിലെ പ്രബല ശക്തികളിൽ ഒന്നായിരുന്ന ചാലൂക്യരുടെ കാലം മുതൽ ബാദാമിയുടെ ചരിത്രം ആരംഭിക്കുന്നു. ഭാരതീയ വാസ്തുകലാരംഗത്ത് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് ചാലൂക്യർ. ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ അതിന്റെ ആദ്യകാല രൂപം കൈവരിച്ചത് ഇവിടെ പടുത്തുയർത്തിയ ക്ഷേത്രങ്ങളിലൂടെയായിരുന്നു. ആ ചരിത്ര നിർമ്മിതികളിൽ മിക്കതും ഇന്നും കാര്യമായ തകരാറുകളില്ലാതെ അവശേഷിക്കുന്നു എന്നതാണ് ബാദാമിയുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ കടന്നുപോയ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തെ ഇവിടെ നമുക്ക് വ്യക്തമായി അനുഭവിച്ചറിയാനാകും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബാദാമിയിലെ സൈറ്റുകളെ പരിപാലിക്കുന്ന രീതിയും എടുത്തു പറയേണ്ടതുണ്ട്. ചരിത്രപരമായ പ്രാധാന്യം ഒട്ടും ചോരാതെ അതിമനോഹരമായി ഓരോ സൈറ്റും ഒരുക്കിയെടുത്തിരിക്കുകയാണ്. പോകാം ഒരേ സമയം ദൃശ്യവിരുന്നായും വിജ്ഞാന കേന്ദ്രമായും മാറുന്ന ബാദാമി പട്ടണത്തിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ബാദാമി നഗരത്തിലെ പ്രധാനപ്പെട്ട 7 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ബാദാമി കേവ് ടെമ്പിൾസ്, തുടർന്ന് അഗസ്ത്യ തടാകം, അടുത്തതായി ഭൂതനാഥ ടെമ്പിൾ കോംപ്ലക്സ്, പിന്നെ ബാദാമി ഫോർട്ട്, തുടർന്ന് ഓൾഡ് ടൗൺ. അവിടെ നിന്നും പട്ടടയ്ക്കൽ, അവസാനമായി ഐഹോളെ. ബാദാമി പട്ടണത്തിന്റെ ഐക്കോണിക് ലാൻഡ്മാർക്കായ ഗുഹാക്ഷേത്രങ്ങളിൽ നിന്നും നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. പട്ടണത്തിന് സമീപമുള്ള ഒരു പാറക്കെട്ടിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ആറ് മുതൽ 12 വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ ചാലൂക്യരുടെ കാലഘട്ടത്തിലായിരുന്നു ഇവയുടെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തെ ആകെ ഈ ഗുഹാക്ഷേത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്ന് പറയാനാകും. ബാദാമി ഗുഹാക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തിട്ടുള്ള പാറക്കെട്ടിന് മുകളിൽ ഒരു പുരാതന കോട്ടയുടെ അവശേഷിപ്പുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ കാലത്ത് നവീകരിച്ച് ശക്തിപ്പെടുത്തിയ സുരക്ഷാ സംവിധാനമാണത്. ഈ മലയാകെ ചരിത്ര നിർമ്മിതികൾ നിലനിൽക്കുന്നതിനാൽ ആർക്കിയോളജിക്കൽ വകുപ്പിന് കീഴിലാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം. ബാദാമി ഗുഹാസമുച്ചയത്തിലെ ഗുഹാക്ഷേത്രങ്ങൾക്ക് പല നമ്പറുകൾ നൽകി സൂചിപ്പിച്ചിരിക്കുന്നു. കാലങ്ങൾ നീളുന്ന ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നിർമ്മിതികളായതിനാൽ എങ്ങനെ കാണണമെന്ന് യാത്ര തുടങ്ങും മുമ്പ് തീരുമാനിക്കാം. വിശദമായി കണ്ടറിഞ്ഞ് സന്ദർശിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൈഡിന്റെ സേവനവും കൂടി തേടണം. കോംപ്ലക്സിലെ ഓരോ ഭാഗത്തെക്കുറിച്ചും പരിശീലനം ലഭിച്ച ഗൈഡ് വിശദമായി പറഞ്ഞു തരും. 4 ഗുഹാക്ഷേത്രങ്ങളാണ് ബാദാമിയിലെ പാറക്കെട്ടിലുള്ളത്. ഇതിൽ 1-ാം ഗുഹയിലേത് ശിവക്ഷേത്രമാണ്. ശിവപുരാണങ്ങളെ അധീകരിച്ച് തയ്യാറാക്കിയ ശില്പങ്ങളും ശ്രീകോവിലിലെ ശിവലിംഗവുമാണ് ഇവിടെ കാഴ്ച.
2ഉം 3ഉം ഗുഹകളിൽ വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവുമായി ബന്ധപ്പെട്ട പുരാണ കഥകളിലെ സംഭവങ്ങളാണ് ഇവിടെ കൊത്തുപണികളിൽ കാണാനാവുക. 1.5 സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ശില്പങ്ങൾ ഒരു അത്യപൂർവ കാഴ്ച തന്നെയാകുന്നുണ്ട്. ബാദാമി കേവ്സിലെ 4-ാം നമ്പർ ഗുഹയിൽ ഒരു ജൈന ക്ഷേത്രമാണ്. ചാലൂക്യർ ഹിന്ദുമത വിശ്വാസികളായിരുന്നെങ്കിലും സംഖ്യയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ജൈനർക്ക് വേണ്ടി ആരാധനാലയം നിർമ്മിക്കുകയായിരുന്നു. ജൈനമതത്തിലെ തീർത്ഥാങ്കരന്മാരുടെ ശില്പങ്ങളാണ് ഇവിടെ പ്രധാന കാഴ്ച. ഗുഹകൾ മാത്രമല്ല, ചുറ്റുവട്ട പ്രദേശങ്ങളുടെ വിശാലമായ കാഴ്ചകളും ഇവിടെ നിന്നും സാധ്യമാകും. നഗരങ്ങൾ, കൃഷിയിടങ്ങൾ, ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ ഭാഗമായ മറ്റ് നിർമ്മിതികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അഗസ്ത്യ തടാകമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഒരു കാലത്ത് നഗരത്തിന്റെ ജലസ്രോതസ്സായിരുന്ന ജലാശയമാണിത്. അണകെട്ടി വെള്ളം തടഞ്ഞു നിർത്തി രൂപീകരിച്ച തടാകം 1.5 നൂറ്റാണ്ട് മുമ്പ് തന്നെ പടിക്കെട്ടുകൾ നിർമ്മിച്ചും കല്ലുപാകിയും ഒരുക്കിയെടുത്തിരുന്നു. അതേ രൂപത്തിൽ തന്നെ ഇന്നും ജലാശയം സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴമയുടെ സവിശേഷ സൗന്ദര്യം ഈ നിർമ്മിതിയിൽ പ്രകടമാണ്. അഗസ്ത്യ ലേക്കിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ സമീപത്തെ കുന്നുകളിൽ നിൽക്കുമ്പോഴാണ് കാണാനാവുക. നിർമ്മാണത്തിലെ സൗന്ദര്യവും പ്രകൃതിയുടെ പശ്ചാത്തലവും ഒരുപോലെ തടാകത്തിന് സൗന്ദര്യം പകരുന്നുണ്ട്. തടാകതീരത്തെത്തുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന നീല ജലാശയവും പരിസരവും കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യാനുഭവമാകുന്നു. തടാകത്തിന്റെ ഒരു വശത്ത് പടിക്കെട്ടുകളോടുകൂടിയ അണയും മറുഭാഗത്ത് പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞു നിൽക്കുന്ന കുന്നുമാണുള്ളത്. ബാദാമി നഗരത്തിലെ ജലസ്രോതസ് എന്നതിനപ്പുറം ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു ഈ തടാകതീരം. മതപരമായ പല പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും വേദിയായിരുന്നത് ഈ തടാകതീരമാണ്. യെല്ലമ്മ ദേവി ക്ഷേത്രം, ദത്താത്രേയ ക്ഷേത്രം, ഭൂതനാഥ ക്ഷേത്രങ്ങൾ തുടങ്ങിയ ആരാധനാലയങ്ങളും തടാകത്തോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രഭാതത്തിലോ സായാഹ്നത്തിലോ അഗസ്ത്യ തടാകം കാണാനെത്താവുന്നതാണ്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോഴുള്ള ചുവന്ന രശ്മികൾ സമീപത്തെ പാറക്കെട്ടുകളിലും കുന്നുകളിലുമായി ഒരു വർണ്ണപ്രപഞ്ചം തീർക്കുന്ന നിമിഷങ്ങളാണവ. ഇനി കാണേണ്ടത് ഭൂതനാഥ ക്ഷേത്ര സമുച്ചയമാണ്. അഗസ്ത്യ തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 2 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന കോംപ്ലക്സ്. വടക്കും കിഴക്കും ദിക്കുകളിലായാണ് ഇവയുടെ സ്ഥാനം. അതുകൊണ്ട് ക്ഷേത്രങ്ങളെ നോർത്തേൺ, ഈസ്റ്റേൺ എന്നിങ്ങനെ വേർതിരിച്ച് സൂചിപ്പിക്കുന്നു. വടക്കു ഭാഗത്തെ ക്ഷേത്രം 11-12 നൂറ്റാണ്ടുകളിലായി കല്യാണി ചാലൂക്യരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. മല്ലികാർജുൻ ടെമ്പിൾ ഗ്രൂപ്പ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നോർത്തേൺ ക്ഷേത്ര കോംപ്ലക്സിൽ നാഗര ആർക്കിടെക്ചറിലുള്ള നിർമ്മിതികളാണുള്ളത്. അധികം അലങ്കാരപ്പണികളില്ലാത്ത ലളിതമായ വാസ്തുവിദ്യാ ശൈലിയാണിത്. പിരമിഡ് പോലെ ഉയരുന്ന മേൽക്കൂരയിൽ മാത്രമേ കാര്യമായ കൊത്തുപണികൾ നൽകിയിട്ടുള്ളൂ. ഹിന്ദുക്ഷേത്രങ്ങൾക്കൊപ്പം ജൈനക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെട്ടതായിരുന്നു നോർത്ത് ഭൂതനാഥ കോംപ്ലക്സ്. പിരമിഡ് മേൽക്കൂരയുള്ള നിർമ്മിതികളാണ് ഇതിൽ ജൈനക്ഷേത്രങ്ങൾ. ഇനി നമുക്ക് തടാകത്തിനക്കരെയുള്ള ഈസ്റ്റ് ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇത് 7-8 നൂറ്റാണ്ടുകളിൽ
ബാദാമി ചാലൂക്യരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ദ്രാവിഡ ആർക്കിടെക്ചറിലുള്ള നിർമ്മിതിയിൽ അലങ്കാരങ്ങൾ കൂടുതലായി കാണാനാകും. 13 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഏറ്റവും പൂർണ്ണതയിൽ നിലനിൽക്കുന്ന ക്ഷേത്രമാണിത്. ഭിത്തിയിലും തൂണുകളിലുമുള്ള കൊത്തുപണികളും ശില്പങ്ങളുമെല്ലാം വ്യക്തമായി കാണാനാകും. അതുകൊണ്ടുതന്നെ ചാലൂക്യ കാലഘട്ടത്തെ പറ്റിയുള്ള ഒട്ടേറെ വിവരങ്ങൾ ഭൂതനാഥ ക്ഷേത്രങ്ങളിൽ നിന്നും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യത്തിനൊപ്പം വളരെ നന്നായി സംരക്ഷിക്കുന്നു എന്നതും ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ്. പച്ചപ്പുൽത്തകിടികളും സാൻഡ്സ്റ്റോൺ നിർമ്മിതികളും അഗസ്ത്യ തടാകവും പിന്നിലെ കുന്നുകളുമെല്ലാം ചേർന്നൊരുക്കുന്ന മനം മയക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എത്ര കണ്ടാലും മതിവരില്ല. ഇനി കാണേണ്ടത് ബാദാമിയിലെ നോർത്ത് ഹില്ലിലുള്ള കാഴ്ചകളാണ്. ചാലൂക്യരുടെ കാലത്ത് രാജകൊട്ടാരവും ഭരണവും കേന്ദ്രീകരിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇടുങ്ങിയ പാറയിടുക്കുകളിലൂടെ കടന്നെത്താനാവുന്ന വളരെ സുരക്ഷിതമായ ഇടമായതിനാലാണ് ചാലൂക്യ രാജവംശ സ്ഥാപകനായ പുലികേശി ഒന്നാമൻ ബാദാമിയിലെ പാറക്കെട്ട് തലസ്ഥാനത്തിനായി പരിഗണിച്ചത്. ഇരുവശത്തും ചെങ്കുത്തായ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന വഴികളിലൂടെ മുകളിലേക്കുള്ള നടത്തം വളരെ രസകരമായ ഒരനുഭവമാണ്. സാൻഡ്സ്റ്റോൺ പാറക്കെട്ടിൽ പ്രകൃതി ഒരുക്കിയിട്ടുള്ള അസാധാരണമായ ഫോർമേഷൻസിനൊപ്പം സംഭവബഹുലമായ ഒരു ചരിത്രവും കൂടി ഇതുവഴി കടന്നു പോകുമ്പോൾ നാം മനസ്സിൽ കാണണം. ഇടയ്ക്കിടെ സ്ഥാപിച്ചിട്ടുള്ള കോട്ടവാതിലുകൾ അടച്ചു കഴിഞ്ഞാൽ മലമുകളിലേക്ക് കടക്കുകയെന്നത് ശത്രുക്കൾക്ക് വളരെ ദുഷ്കരമാവുമായിരുന്നു. അതോടൊപ്പം അക്രമികളെ മുകളിൽ നിന്നും പെട്ടെന്ന് കീഴ്പ്പെടുത്താനും കഴിയുമായിരുന്നു. വഴിയിൽ നാം ആദ്യം കാണുക ലോവർ ശിവാലയ എന്ന ക്ഷേത്രമാണ്. വിശാലമായ ഒരു ക്ഷേത്ര കോംപ്ലക്സിന്റെ ഈ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. നോർത്ത് ഹില്ലിൽ കാലം ബാക്കി വെച്ച മറ്റൊരു കാഴ്ചയാണ് നോർത്ത് ഫോർട്ട് എന്ന ചെറിയ ഒരു നിരീക്ഷണ സ്ഥാനം. മല മുഴുവൻ നിറഞ്ഞു നിന്ന കോട്ടയിലെ വൃത്താകൃതിയിലുള്ള ഭാഗമാണിത്. സമീപ പ്രദേശങ്ങളുടെ വിശാലമായ കാഴ്ച നോർത്ത് ഫോർട്ടിൽ നിന്നും ആസ്വദിക്കാനാകും. ഇനി നമുക്ക് അപ്പർ ശിവാലയ എന്ന ക്ഷേത്രത്തിലേക്ക് പോകാം. മലയുടെ മുകളിൽ ആഴമേറിയ ക്ലിഫിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ പൂർണ്ണതയോടെ നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ കൊത്തുപണികളും മറ്റും അല്പം കൂടി വ്യക്തതയോടെ കാണാനാകും. മലമുകളിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നിർമ്മിതികൾ ഈ ക്ഷേത്രങ്ങൾ മാത്രമാണ്. മറ്റ് കൊട്ടാര ഭാഗങ്ങളുടെ അവശേഷിപ്പുകൾ പലയിടങ്ങളിലായി തകർന്നു കിടക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ നീളുന്ന വിപുലമായ ചരിത്രമുള്ള പ്രദേശമായതിനാൽ കൂടുതൽ വിശദമായി അറിയാൻ ഗൈഡിനൊപ്പം ഇവിടം സന്ദർശിക്കുന്നതാണ് ഉത്തമം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി നമുക്ക് ബാദാമിയുടെ ഓൾഡ് ടൗണിലൂടെ ഒന്ന് നടക്കാം. ടിപ്പു സുൽത്താന്റെ കാലത്താണ് ഈ പ്രദേശങ്ങൾ ഒരു പട്ടണമായി കൂടുതൽ വികസിപ്പിച്ചത്. അന്ന് മുസ്ലിങ്ങൾ ഇവിടേക്ക് ധാരാളമായി കുടിയേറുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശമായി ബാദാമിയുടെ ഓൾഡ് ടൗൺ മാറി. ഓൾഡ് ടൗണിൽ താമസിക്കുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ഈ പട്ടണത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവും പരിസരവും കാണാൻ ഈ വഴി നടന്നാൽ മതി.
2 ക്ഷേത്രങ്ങൾ നഗരത്തിലെ ഓൾഡ് ടൗണിൽ ഉൾപ്പെടുന്നുണ്ട്. യെല്ലമ്മ ടെമ്പിൾ, ദത്താത്രേയ ടെമ്പിൾ എന്നിവയാണവ. ദക്ഷിണേന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിൽ പണികഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ നിർമ്മിതികളാണ് ഓൾഡ് ടൗണിലെ ഈ ക്ഷേത്രങ്ങൾ. ഇടുങ്ങിയ തെരുവുകൾ നിറഞ്ഞ ഓൾഡ് ടൗണിനെ ഒരു ഹെറിറ്റേജ് സെന്ററാക്കി ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായാണ് പെട്ടി പോലെ നിർമ്മിച്ചിട്ടുള്ള വീടുകൾക്ക് വെളുത്ത നിറം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഈ കാഴ്ചകൾ തേടി പട്ടണത്തിലെത്തുന്നുണ്ട്. ഇടവഴികളിലൂടെ കാഴ്ചകൾ കണ്ടും ആളുകളോട് ഇടപഴകിയും അലസമായി നടക്കുകയെന്നതാണ് പ്രധാന ആക്ടിവിറ്റി. സൗഹൃദ മനോഭാവത്തോടെ ടൂറിസ്റ്റുകളോട് പെരുമാറുന്ന ഓൾഡ് ടൗൺ നിവാസികളും ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഓൾഡ് ടൗണിൽ സന്ദർശിക്കേണ്ട മറ്റൊരു ഡെസ്റ്റിനേഷൻ. ബാദാമിയുടെ പലയിടങ്ങളിൽ നിന്നായി കണ്ടെടുത്ത പുരാവസ്തുക്കളും ശില്പങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് പട്ടടക്കൽ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകാം. ബാദാമിയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള സ്മാരക കോംപ്ലക്സ്. ബാദാമി ചാലൂക്യർ തങ്ങളുടെ 2ാമത്തെ തലസ്ഥാനമാക്കിയിരുന്നത് പട്ടടക്കലിനെയായിരുന്നു. എന്നാൽ വലിയ കൊട്ടാരങ്ങളൊന്നും അവർ പട്ടടക്കലിൽ നിർമ്മിച്ചിട്ടില്ല. പകരം ക്ഷേത്രങ്ങളാണ് ഇവിടെ പണിതുയർത്തിയത്. യുദ്ധം ജയിക്കുകയോ അല്ലെങ്കിൽ രാജകുടുംബത്തിൽ നല്ല കാര്യം നടക്കുകയോ ചെയ്താൽ ഉപകാരസ്മരണ എന്നോണം ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമായി പട്ടടക്കൽ മാറിയത്. ചാലൂക്യ രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന ഇടമെന്ന സവിശേഷതയും പട്ടടക്കലിനുണ്ട്. നിലവിൽ ക്ഷേത്ര കോംപ്ലക്സ് പൂർണ്ണമായും ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പുരാവസ്തു കേന്ദ്രവും മനോഹരമായി സംരക്ഷിച്ചു വരുന്നു. പല ഭാഗങ്ങളും തകർന്നു പോയിട്ടുണ്ടെങ്കിലും മിക്ക ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന രൂപത്തിൽ മാറ്റം വന്നിട്ടില്ല. ദ്രാവിഡ, നാഗര ആർക്കിടെക്ചറുകളാണ് ഈ നിർമ്മിതികളിൽ കാണാനാവുന്നത്. ചില ക്ഷേത്രങ്ങൾ അലങ്കാരങ്ങളാൽ സമൃദ്ധമാണെങ്കിലും വളരെ ലളിതമായിട്ടാണ് മറ്റു ചിലതിന്റെ നിർമ്മാണം. സംഗമേശ്വര, വിരൂപാക്ഷ ക്ഷേത്രങ്ങൾ നിർമ്മാണ ഭംഗി കൊണ്ട് നമ്മെ ആകർഷിക്കുന്നുണ്ട്. ചാലൂക്യരുടെ മുഖ്യ ശത്രുക്കളായിരുന്ന പല്ലവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് വിരൂപാക്ഷ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ആ സംഭവത്തിന്റെ പ്രാധാന്യം പ്രകടമാകുന്ന തരത്തിൽ ഗംഭീരമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണവും. ചാലൂക്യർക്ക് ശേഷം അധികാരത്തിൽ വന്ന രാഷ്ട്രകൂടരും ഇവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലിഖിതങ്ങളാണ് പട്ടടക്കൽ ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രം പണിയാനുണ്ടായ സാഹചര്യവും നിർമ്മാണകാലത്തുണ്ടായ പ്രധാന സംഭവങ്ങളുമെല്ലാം ലിഖിതങ്ങളിൽ നിന്നും വായിച്ചെടുക്കാനാകും. ഇനി കാണേണ്ടത് ഐഹോളെ ആർക്കിയോളജിക്കൽ സൈറ്റാണ്. പട്ടടക്കലിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശം. ചാലൂക്യ രാജവംശവുമായി ബന്ധപ്പെട്ടാണ് ഈ സൈറ്റിന്റെയും ചരിത്രം ആരംഭിക്കുന്നത്. 5ാം നൂറ്റാണ്ടു മുതൽ ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതായും ഗവേഷകർ വിലയിരുത്തുന്നു. ക്ഷേത്ര നിർമ്മാണ രംഗത്ത് മുൻ മാതൃകകൾ ഇല്ലാതിരുന്നതിനാൽ അക്കാലത്തെ ശില്പികൾ ഇവിടെ നടത്തിയതെല്ലാം പരീക്ഷണങ്ങളായിരുന്നു. ഓരോ ഘട്ടം കഴിയുമ്പോഴും കൂടുതൽ മികച്ച നിർമ്മാണ രീതികൾ വികസിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു.
പട്ടടക്കലിലും ബാദാമിയിലുമൊക്കെ പിന്നീട് പണികഴിപ്പിച്ച ക്ഷേത്രങ്ങൾക്ക് ഐഹോളയിലെ നിർമ്മിതികൾ പ്രചോദനമായിട്ടുണ്ട്. തുടർന്ന് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഈ ശൈലികൾ വ്യാപകമായി പ്രചാരം നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വാസ്തുവിദ്യാപരമായ പ്രാധാന്യത്തിനൊപ്പം ചരിത്രത്തിലും ഐഹോളയ്ക്ക് നിർണായക സ്ഥാനമുണ്ട്. ഏതാണ്ട് 125 ക്ഷേത്രങ്ങൾ പട്ടടക്കലിലും സമീപത്തുമായി നിലനിന്നിരുന്നുവെന്നാണ് കണക്ക്. ഇതിൽ പലതും തകർച്ച നേരിട്ടിട്ടുണ്ടെങ്കിലും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നു വരികയാണ്. ദുർഗാകുടി എന്നറിയപ്പെടുന്ന ക്ഷേത്ര കോംപ്ലക്സ് ആണ് ഐഹോളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വലുതും ചെറുതുമായ നിരവധി ക്ഷേത്രങ്ങൾ സമുച്ചയത്തിലുണ്ട്. ഓരോ ക്ഷേത്രത്തിന്റെയും നിർമ്മാണ രീതികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണതയില്ലാത്ത പലതരം ഘടകങ്ങൾ ഇവയിൽ കാണാനാകും. അക്കാലത്തെ ശില്പികളുടെ പരിചയക്കുറവാണ് ഇതിന് കാരണം. ഐഹോളയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഗുഹാക്ഷേത്രമാണ് രാവണഫടി. രാവണൻ കുന്ന് എന്ന വ്യത്യസ്തമായ പേരുള്ള പാറക്കെട്ടിൽ കൊത്തിയെടുത്തിട്ടുള്ള ഗുഹാക്ഷേത്രം. ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് ബാദാമി ഗുഹാക്ഷേത്രങ്ങൾക്ക് മാതൃകയായതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഐഹോളയിൽ ഇനി പ്രധാനമായി കാണാനുള്ളത് ഒരു ബുദ്ധക്ഷേത്രവും ജൈനക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന മെഗൂട്ടി കോംപ്ലക്സ് ആണ്. മെഗൂട്ടി കുന്നിനു മുകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഐഹോളയുടെ വാണിജ്യ ചരിത്രത്തെ ഈ കോംപ്ലക്സ് ഓർമ്മിപ്പിക്കുന്നു. ചരിത്ര കാഴ്ചകളുടെ ഒരു പറുദീസയായ ബാദാമി പട്ടണത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന പുരാവസ്തു കേന്ദ്രങ്ങളാവും ഇവിടെയുള്ളത്. മനുഷ്യന്റെ കരവിരുതിന്റെ ഭംഗിയും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ചു ചേർന്ന് ഒരു മായാലോകം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.